സർക്കാർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ചിത്രീകരണം. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് പുലർച്ചെ വരെ സിനിമാ ചിത്രീകരണം നടന്നത്. ചിത്രീകരണത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയ രോഗികൾ വലഞ്ഞു. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് നടന്നത്. അതേസമയം സിനിമാ ഷൂട്ടിംഗിന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അനുമതി നൽകിയിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ വിശദീകരിച്ചു. വിവരങ്ങളുമായി റാഫി കരീമുണ്ട്. അതിനു മുൻപ് ദൃശ്യങ്ങളിലേക്ക്. Silence. റാഫി ചേരുന്നുണ്ട് നമുക്കിപ്പം. റാഫി, ഈ സിനിമയുടെ ചിത്രീകരണം അത് ഇന്നും തുടരുമോ? എന്താണ് ഈ ആശുപത്രി അധികൃതർ ഇന്നലെ വലിയ രീതിയിലുള്ള നേരത്തെ അനുമതി വാങ്ങിയിരുന്നു, അനുമതി കൊടുത്തിരുന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ രോഗികൾ ഇത്ര കണ്ട് വലഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് ഇന്നും തുടരുമെന്നാണോ അറിയിച്ചിരിക്കുന്നത്? എന്താണ് ആശുപത്രി അധികൃതരുടെ നിലപാട്? ഒപ്പം തന്നെ ഈ സിനിമ അണിയറ പ്രവർത്തകർ ഫഹദ് ഫാസിൽ അടക്കം സിനിമാ പ്രവർത്തകർ എന്താണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീലക്ഷ്മി, ഇന്നലെ രാത്രി 9 മണി മുതൽ ഇന്ന് പുലർച്ചെ വരെയാണ് സിനിമാ ഷൂട്ടിംഗ് അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ ഷൂട്ടിങ്ങിന് അനുമതി തേടിക്കൊണ്ട് ഈ സിനിമാ അണിയറ പ്രവർത്തകർ ആശുപത്രിയെ സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇത്തരത്തിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയതെന്നാണ് നമ്മളോട് പറയുന്നത്. ഒപ്പം തന്നെ അത്യാഹിത വിഭാഗത്തിലടക്കമുള്ള ചിത്രീകരണത്തിനുള്ള അനുമതി നൽകിയെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DMOയോട് നമ്മൾ സംസാരിച്ചപ്പോൾ DMO ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളല്ല പറഞ്ഞത്. പക്ഷേ ആശുപത്രി അത്യാഹിത വിഭാഗം എന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തായിരിക്കില്ല അനുമതി നൽകിയത്. ആശുപത്രിയിലെ ചിത്രീകരണം എന്നായിരിക്കും സൂചിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 2 ദിവസത്തേക്കാണ് ഇവർ ചിത്രീകരണത്തിന് അനുമതി തേടിയത്. ആ 2 ദിവസത്തെ അനുമതിയാണ് നൽകിയത്. അതിൽ ആദ്യ ദിനത്തെ ചിത്രീകരണമാണ് ഇന്നലെ രാത്രി 9 മണി മുതൽ ഇന്ന് പുലർച്ചെ 5 മണി വരെ നടന്നത്. ഇന്ന് ഇത്തരത്തിൽ രാത്രി 9 മണി മുതൽ വീണ്ടും നാളെ പുലർച്ചെ വരെയുള്ള ചിത്രീകരണം ബാക്കിയുണ്ട്. ഈ ചിത്രീകരണം തുടരുമെന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് ആരംഭിച്ച സിനിമാ ചിത്രീകരണം ഇന്ന് പുലർച്ചെ വരെ നീണ്ടപ്പോൾ നിരവധി രോഗികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലായത്. നമ്മൾ നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ചെറിയൊരു സൗകര്യമുള്ള, അതായത് ചെറിയൊരു സ്ഥല സൗകര്യം മാത്രമാണ് ഈ അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലുള്ളത്. ഈ ചെറിയ സ്ഥല സൗകര്യത്തിൽ 50ഓളം വരുന്ന സിനിമ അണിയറ പ്രവർത്തകരും ഒപ്പം തന്നെ നടീനടന്മാരും എല്ലാം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ സ്ഥലത്തായിരുന്നു ഈ സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ക്യാമറയടക്കമുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നത്. ഇതെല്ലാം ആ ഒരു സ്ഥലത്ത് വന്നതോടുകൂടി തന്നെ ഈ രോഗികൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ സിനിമാ ചിത്രീകരണത്തിൻ്റെ വേളയിൽ സിനിമാ പ്രവർത്തകർ ഈ രോഗികളോടും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആശുപത്രി ജീവനക്കാരോടും നിശബ്ദത പാലിക്കാൻ വളരെ ഉച്ചത്തിൽ പറയുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ഈ രോഗികൾ ആശുപത്രിയിലെ ഡോക്ടറോട് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വേളയിലും ഒപ്പം തന്നെ ഈ രോഗികൾക്ക് ആശുപത്രിയിലെ ഡോക്ടർ ചികിത്സ നൽകുന്ന അവസരത്തിലുമായിരുന്നു ഇത്തരത്തിൽ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ സിനിമയിലെ അണിയറ പ്രവർത്തകർ നൽകിയിരുന്നത്. ഒപ്പം തന്നെ അത്യാഹിത വിഭാഗത്തിലെ സീലിംഗ് ലൈറ്റുകൾ മറച്ചുകൊണ്ടുള്ള സിനിമാ ചിത്രീകരണമായിരുന്നു നടന്നത്. അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ എത്തുന്ന സമയത്ത് തന്നെ അത്യാഹിത വിഭാഗത്തിലെ സീലിംഗ് ലൈറ്റുകൾ തുണി ഉപയോഗിച്ച് മറച്ചുകൊണ്ട് ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഒപ്പം ഒരു പ്രത്യേക സാഹചര്യം കൂടി ഈ അനുമതി കൊടുത്തപ്പോൾ പരിഗണിക്കേണ്ടിയിരുന്നു. കാരണം എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി എന്താണെങ്കിലും ഇതൊക്കെ ഈ ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ നിന്ന് സിനിമാ പ്രവർത്തകർ നേരത്തെ അനുമതി വാങ്ങിയിരുന്നത് എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ഇടുങ്ങിയൊരു പാസേജാണ്. ആ വഴിയിലാണ് ഇത്തരത്തിൽ വലിയൊരു 19ഓളം പേര് സിനിമ അണിയറ പ്രവർത്തകരടക്കം അവരുടെ ഷൂട്ടിംഗ് സാമഗ്രികളടക്കം കൊണ്ടുവച്ചുള്ള ഈ വലിയ ചിത്രീകരണം. അത്യാഹിത വിഭാഗമാണ്, മഴക്കാലമാണ്, ഈ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന രോഗികളെ വലച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണം. ഇതിൽ എന്താണെങ്കിലും ആരോഗ്യവകുപ്പ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. എന്തിന്റെ പേരിലാണെങ്കിൽ കൂടി ഈ രോഗികളെ വലയ്ക്കുന്ന ഒരു നിലപാട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ഇപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്നലെ ഈ ആശുപത്രിയിലെത്തിയ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരന്റെ
വാക്കുകൾ കേൾക്കാം. അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. വാക്കുകളിലേക്ക്. അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് നിൽക്കുന്നത്. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാവശ്യ നിലയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാവശ്യം സംബന്ധിച്ച ആൾക്കാർ കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടിച്ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന